Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. പക്ഷെ ഞങ്ങൾ വളരെ ഡീപ്പായിട്ടുള്ള കോൺവെർസേഷൻസും ഉണ്ടാവാറുണ്ട്. എന്നുവെച്ചാൽ ഞാനും ഗീതും മഞ്ജു, ഭാവന ചെറുതാ, അവളൊരു നമുക്കൊരു കിൽക്കാൻ പെട്ടി പോലെയാ. ഒരുവിധ എല്ലാ റോളർ കോസ്റ്റും ഈ പറഞ്ഞ മാതിരി ഈ പാരച്യൂട്ട് റൈഡും അങ്ങനത്തേനൊക്കെ ഞാൻ പോവും. ബോധമില്ലാത്തതുകൊണ്ടാണെന്നാണ് ബിജുവേട്ടൻ പറയണത്. ബിജുവേട്ടന് ബോധമുള്ളതുകൊണ്ട് ബിജുവേട്ടൻ ഇങ്ങനത്തേനൊന്നും അധികം വരാറില്ല. കരച്ചിൽ വരുമ്പോൾ കരയണം, സന്തോഷം വരുമ്പോഴും കരയണം. പ്രണയം, വുമൻഹുഡ് എന്ന് പറയുന്നത് തന്നെ ആ എല്ലാ ഘട്ടത്തിൽ കൂടെയും കടന്നു പോകുന്നത് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. മഞ്ജു പറയുമ്പോൾ ഇല്ല, മഞ്ജുവിനെ അങ്ങനെ വിളിക്കുന്നത് ഇഷ്ടമല്ല മഞ്ജുവിനെ. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് മഞ്ജുവിനെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ പീസ്ഫുള്ള് പറയുന്നത് കുറച്ച് കൂടുതലായി കഴിഞ്ഞാൽ അത് ഭയങ്കര ബോറിംഗ് ആണ്. ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു എക്സാജറേറ്റഡ് വേർഷനാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് രണ്ടിൻ്റെയും ഇടയിലുള്ള ഏതാണ് ഇഷ്ടം, ആനന്ദം, ആ വർക്ക് ചെയ്യണം എന്ന മനസ്സുകൊണ്ട് ശരിക്കും ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ചെയ്യുമ്പോൾ എനിക്ക് വൃത്തി ചെയ്യണം എന്നാണ് ആഗ്രഹം. അത് ചെയ്യാൻ പറ്റുമെന്നുള്ള പേടിയായതുകൊണ്ടാണ് ഞാനതിലേക്ക് കൈവയ്ക്കാത്തത്. എല്ലാം ഇഷ്ടമാണ് എനിക്ക്. നല്ല കളേഴ്സ് ഇഷ്ടമാണ്, നല്ല ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടമാണ്, കഴിക്കാൻ ഇഷ്ടമാണ്, എനിക്ക് കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ്, എല്ലാം എനിക്കിഷ്ടമാണ്. അതെല്ലാം എനിക്ക് എൻജോയ് ചെയ്യാനുള്ള എനിക്ക് അവസരം ഉണ്ടാക്കി തന്നത് ബിജുവേട്ടനാണ്. എല്ലാം എൻ്റെ തലയ്ക്കകത്ത. ഞാൻ വായിൽ എൻ്റെ നാക്കിൽ വരില്ല ആ മസാല, പക്ഷെ എൻ്റെ തലയുടെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ, അതാ ഞാൻ ആലോചിക്കുന്നത്. എന്തുണ്ടാവുക? നാളെ മഴ പെയ്യുകയാണെങ്കിൽ ഞാനൊരു ചായയായിട്ട് കസാരയുടെ മുകളിലിരിക്കും, ഞാനത് എൻജോയ് ചെയ്യും. അതാണ് ഉണ്ടാവും പോണേ. സംയുക്ത, ശരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു ലൈഫ് നമ്മുടെ ഈ ഒരു AI കാലത്തും ഈ എന്താ പറയുക ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടൊരു ലൈഫിൽ വളരെ സ്ലോ മോഷനിൽ ജീവിക്കുന്ന ഒരാളായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നു. ലൈഫ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫോർ യു. ബട്ട് ഒരു പോയിന്റിലെത്തുമ്പോൾ നമ്മളൊരു സ്റ്റാർ വൈഫും കൂടിയാണ്. ഹസ്ബൻഡ് ഇത്രയും നല്ലൊരു ആക്ടർ, ഒരു സ്റ്റാറും കൂടിയാണ്. ആൻഡ് ഹീസ് ഗിവിങ് ഓൾ ദീസ് പെർഫോമൻസസ് അണ്ടർ ലൈം ലൈറ്റ്സ്. ഈ ലൈഫും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ട്രാക്കിൽ പോകുന്ന സംയുക്തയും ഇതെങ്ങനെ കോ എക്സിസ്റ്റ് ചെയ്യുന്നു? ആദ്യം പറഞ്ഞ സ്റ്റാർ വൈഫ് എന്ന് പറയുന്ന സ്റ്റാർ എന്ന് പറയുന്ന ആളെ എനിക്കറിയില്ല. ബിജുവേട്ടൻ ആക്ടറാണ്, വളരെ റോ ആയിട്ടുള്ളൊരു ആക്ടറാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ എനിക്ക് ബിജുവേട്ടനെ എന്നെയും മനസ്സിലാവും. ശരിയാണ്, ഇത് രണ്ടും രണ്ട് ദിശയിൽ നിൽക്കുന്നതാണ്. യോഗയും സിനിമയും രണ്ടും രണ്ട് ദിശയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്നാലും രണ്ടു പേർക്കും ഒരേപോലെ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഏതിൽ കൂടെ വേണമെങ്കിലും മനസ്സ് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത് ഒരു ഫ്ലെക്സിബിലിറ്റിയാണ്. നമ്മൾ എന്തിനാ യോഗ ചെയ്യുന്നത്? ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി മാത്രമല്ലല്ലോ, മനസ്സിൻ്റെ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ എത്ര കണ്ട് നമ്മൾ ശരീരം ഫ്ലെക്സിബിൾ ആവുന്നു, അപ്പോൾ നമ്മുടെ മനസ്സും ഫ്ലെക്സിബിൾ ആവുകയാണ് ചെയ്യുന്നത്. ഏതിൻ്റെ ഉള്ളിൽ കൂടെയും നമുക്ക് കടക്കാം, എത്ര ഓപ്പൺ ആയിട്ടുള്ള ഇതിൽ കൂടെയും നമുക്ക് എത്ര വെളിച്ചവും നമുക്ക് എടുക്കാം, എത്ര ഡാർക്ക്നെസ്സും നമുക്ക് എടുക്കാം. ഇത് തന്നെയാണ് ബിജുവേട്ടനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാനസികമായിട്ട് ബിജു ഓരോ കഥാപാത്രങ്ങളിലേക്ക് ചെല്ലുമ്പോഴും മാനസികമായിട്ട് ആ കഥയും ആ കഥാപാത്രങ്ങളും അവരുടെ ഇമോഷൻസും അതിനൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. അത് രണ്ടും ഞങ്ങൾക്ക് തമ്മിൽ ബന്ധമുണ്ട്. അതുകൊണ്ട് ഞങ്ങളാവുന്ന സമയത്താണ് ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നത്. ഞാൻ എന്താണോ അതാവുമ്പോഴാണ് ഞാൻ ഇരിക്കുന്നത്, ബിജുവേട്ടൻ എന്താണോ അങ്ങനെ ആവുമ്പോഴാണ് ഇരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലാവും ആ ഒരു ബിജുവേട്ടൻ പല സമയത്തും പല സിനിമകളും കഴിഞ്ഞ് വരുമ്പോൾ ഇമോഷണലി ഡ്രെയിൻ ആയിരിക്കും. ഞാൻ ചില സമയത്ത് ഒരു മാസം പ്രാക്ടീസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എനിക്ക് എന്താ ഡ്രെയിൻ ആവണേന്ന് എനിക്കറിയില്ല. പക്ഷെ സ്പിരിച്വൽ ആണോ മെൻ്റൽ ആണോ അല്ല എന്തോ എൻ്റെ ഉള്ളിലേക്കൊന്നും കയറാത്ത പോലെ, അല്ലെങ്കിൽ എന്തിലേക്കൊക്കെ കൂടെയോ കടന്നു വന്ന് ഞാൻ എന്നിലേക്ക് വന്ന പോലെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നാറുണ്ട്. കാരണം യോഗ എന്ന് പറയുമ്പോൾ ഇത് ആസനാസ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് എത്രയുണ്ട് ക്രേസി ആവാൻ പറ്റും, എത്ര വൈൽഡ് ആവാൻ പറ്റും, എത്ര കണ്ട് നമുക്ക് അതിൻ്റെ അറ്റത്തേക്ക് പോകാൻ പറ്റും. ആ എക്സ്ട്രീമിലേക്ക് പോയിട്ട് എന്നിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നൊരു കാര്യമാണ് യോഗ. അത് ശരീരം പോലും അനങ്ങണ്ടെന്നുള്ളതാണ്. മിണ്ടാണ്ട് അനങ്ങാണ്ട് ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് നമുക്കിത് സാധിക്കാം. അതൊരു റോളർ കോസ്റ്റ് പോലെയാണെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെയാണ് ബിജുവേട്ടൻ പക്ഷെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ അതിലൂടെ കടന്നു വന്നിട്ട് ആ ഒരു പോയിന്റിലേക്ക് വന്ന് നിൽക്കുകയാണ്. അത് ഞങ്ങൾ തമ്മിലൊരു ഇതുണ്ട്, കണക്ഷൻ ഉണ്ട്.
സംയുക്ത, ബിജുവേട്ടനും സംയുക്തയും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റീസ് അല്ലേ? നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു മാരേജിൽ ആ പേഴ്സണാലിറ്റീസ് കോ എക്സിസ്റ്റ് ചെയ്യുക? വാട്ട് ഈസ് യുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇറ്റ്? ബേസിക്കലി എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു സ്പേസും ബിജുവേട്ടനും ബിജുവേട്ടേതായിട്ടുള്ളൊരു സ്പേസും ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു എന്ന് ചോദിച്ചാലും ബിജുവേട്ടൻ്റേതായിട്ടുള്ള ടൈം വേണം ഒറ്റയ്ക്കിരിക്കാൻ. അതിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചിരിക്കൽ കുറവാണ്. അത് ആ സമയം ബിജുവേട്ടൻ്റെ സമയമാണ്. ബിജുവേട്ടൻ ഒറ്റയ്ക്ക് ഇരിക്കണം. ബിജുവേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ബിജുവേട്ടൻ അങ്ങനെ ഒരു സ്പേസ് വേണം. അത് ആവശ്യവുമാണ്. കാരണം അതുപോലെ ഈ പറഞ്ഞ പോലെ ഇമോഷണലി പല തലങ്ങളിൽ പോയി വന്നിട്ടുള്ള ഒരാളാണ് ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ. ബിജുവേട്ടൻ്റെതായിട്ടുള്ള ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ഒരു സമയം ഇഷ്ടവുമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതേപോലെ തന്നെയാണ് ഞാൻ. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ വീട്ടിൽ ആരുമില്ലാതെ ഒറ്റയ്ക്ക് എനിക്കിരിക്കാൻ വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. അത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഒരു ഏജ് കഴിയുമ്പോൾ നമുക്ക് ഒരു ചർച്ചക്കുറവുകൾ അല്ലെങ്കിൽ നമ്മുടെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ പറയില്ല. കാരണം മറ്റാൾ കേൾക്കില്ല. നമ്മൾ പറയുന്നത് കേൾക്കില്ല, അയാൾ പറയുന്നത് നമ്മളും കേൾക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് പറയേണ്ട ആവശ്യമില്ല, അത് ചെയ്യില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അത് അതിലേക്ക് ഇടപെടാറില്ല, പറയാറില്ല. പക്ഷേ സ്റ്റിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ നടക്കും. നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലേ. പക്ഷെ കോൺഫ്ലിക്ട്സ് റിസോൾവ് ചെയ്യുക എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു റിലേഷൻഷിപ്പിൽ? യു ഹാവ് ബീൻ മാരീഡ് ഫോർ മോർ ദാൻ 22 years now. അത് എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ബിജുവേട്ടനെ ഞാൻ കല്യാണത്തിന് മുൻപേ തന്നെ ഞങ്ങൾക്ക് അടുപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നല്ലേ. അപ്പം തൊട്ടേ അടുപ്പമുണ്ട്, ഇതാക്കുന്നുണ്ട്. അതിലും ഈ പറഞ്ഞ പോലെ ഒരു മെച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം വരും. ആദ്യം നമ്മൾ ഓളിയിട്ട് വഴക്കുണ്ടാക്കും, ചീത്ത പറയും. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലാവും മറ്റേ വ്യക്തി കൂടെ ചിലപ്പോൾ വയ്യാത്തതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും വയ്യാണ്ട് ക്ഷീണിച്ചിരിക്കണ ഒരാളുടെ അടുത്ത് ചിലപ്പം മിണ്ടാണ്ടിരിക്കാനായിരിക്കും ബിജുവേട്ടന് തോന്നുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഞാൻ പോയി ഡിസ്റ്റർബ് ചെയ്യാറില്ല. പിന്നെ മാത്രമല്ല നമ്മൾ ഈ നെർവസ് സിസ്റ്റം നമുക്ക് ഓവർലോഡ് ആവില്ലേ ഇടയ്ക്ക് ചില സമയത്ത്. അതൊക്കെ ബിജുവേട്ടന് ഇപ്പോൾ ഉണ്ട് ശരിക്കും. അത്രയും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ തലയിലുണ്ടാവുമ്പോൾ വരുന്ന സമയത്ത് നമ്മൾ അവിടെ പോയിരുന്നിട്ട് എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാറില്ല. അപ്പോൾ അത് ഒക്കെ നമ്മൾ മനസ്സിലാക്കി പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ വരും. ആദ്യം നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും, എന്നെ ശ്രദ്ധിച്ചില്ല, നമുക്ക് എന്താ പറയുക, ആ ഒരു ഇമ്മച്യൂർ ആയിട്ടുള്ള ആ ഒരു ബന്ധത്തിലുള്ള കാര്യങ്ങൾ അതൊക്കെ ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് ഇല്ലാണ്ടാവും, മാറി വരും. നമ്മൾ കല്യാണത്തിന് മുൻപ് നമുക്ക് പ്രണയം ഉണ്ടാവുന്നുണ്ട്. പ്രണയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ ഷാലോ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് ഭയങ്കര ഹൈ ആവും, നമ്മൾ ഭയങ്കര ഹൈ ഫീലിംഗ് കിട്ടും. പക്ഷേ അതൊരു ഷാലോ ആയിട്ടുള്ളൊരു ബന്ധമാണ്. അതിനേക്കാളും ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള വളരെ ആഴമുള്ളൊരു ബന്ധത്തിലേക്കാണ് പിന്നെ അത് മാറുക. ആ ബന്ധത്തിലേക്ക് മാറുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ മാതിരി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇത് അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ വ്യത്യാസം വരും. എനിക്ക് ഏജ് കൂടുന്നതിൻ്റെ എനിക്ക് ചിലപ്പോൾ പണ്ട് എനിക്ക് ഓരോ പ്രാവശ്യവും വരുമ്പോഴും ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, വിളമ്പി കൊടുക്കണം, അടുത്തിരിക്കണം, അതൊന്നും എനിക്ക് ചിലപ്പോൾ ഇപ്പോൾ തോന്നാറില്ല. ചിലപ്പോൾ എനിക്ക് അതിനുള്ള ഒരു മൂഡൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ വിളമ്പി കൊടുക്കുക അതൊക്കെ എനിക്ക് അതൊന്നും തോന്നാറില്ല. അപ്പോൾ അതൊക്കെ എൻ്റെ ഏജിൻ്റെ വ്യത്യാസങ്ങളാണ്. നമുക്ക് മറ്റേത് അടുത്തിരിക്കുമായിരിക്കും, സംസാരിക്കുമായിരിക്കും, പക്ഷേ അങ്ങനത്തെ ചേഞ്ചസ് വരും. അപ്പോൾ നമ്മളധികം അങ്ങനെ വഴക്കുണ്ടാക്കുക, അത് ആ ഒരു മെച്യൂരിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വഴക്കുകളൊന്നുമില്ല. ഐ ഫൗണ്ട് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ് ദ വേ യു സെഡ് ഈ ട്രാൻസിഷൻ ഉണ്ടല്ലോ, ഒരു പ്രണയം, ആ റൊമാൻറ്റിക് ഒരു സ്റ്റേജിൽ നിന്ന് ഒരു ആഴത്തിലേക്ക് ഉള്ളൊരു ബന്ധത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഒരു ട്രാൻസിഷൻ ഉണ്ട്. ആ ട്രാൻസിഷനിലാണ് ഏറ്റവും കൂടുതൽ വഴക്കുകൾ ഉണ്ടാവുക, ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഡു യു കൺസിഡർ യുവർ സെൽഫ് ഇമോഷണലി ഇൻഡിപെൻഡൻറ്റ് ആസ് എ പേഴ്സൺ ടുഡേ? യെസ് കംപ്ലീറ്റ്ലി. കാരണം ഇമോഷണലി, മെൻ്റലി എല്ലാം നമുക്ക് സ്ത്രീകൾക്ക് പെട്ടെന്ന് ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റും. അത് വളരെ ഈസിയാണ്. നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റും. പൊതുവെ സ്ത്രീകൾ ഇമോഷണലി എല്ലാവരും പറയാറുണ്ട് സ്ത്രീകൾ ഏജ് കൂടുന്തോറും ഡിപ്പെൻഡഡ് ആവും എന്ന് പറയാറുണ്ട്. പക്ഷെ ആക്ച്വലി സ്ത്രീകൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആവും ഇമോഷണലി. കാരണം നമ്മൾ കടന്നു പോകുന്ന കാര്യങ്ങളിൽ കൂടി ഒന്നും ശരിക്കും പുരുഷന്മാർ കടന്നു പോകുന്നില്ല, മെൻ്റലിയും ഫിസിക്കലിയും. കാരണം നമ്മളെല്ലാം മാസം എന്നുള്ള മാതിരി നമ്മൾ ആദ്യം ബോഡി ചേഞ്ച് ചെയ്യുമ്പം നമ്മളൊരു 10-15 വയസ്സുള്ളപ്പോൾ നമ്മളൊരു പീരിയഡ്സ് ആവുന്ന ഒരു പെൺകുട്ടി, അത് കഴിഞ്ഞ് കല്യാണം കഴിയുന്നു, ബോഡിയിലൊരു ചേഞ്ച് വരുന്നു, കുട്ടി ഉണ്ടാവുന്നു, അതിനൊരു ചേഞ്ച് വരുന്നു. ആ സമയത്ത് ഒരു കുട്ടി ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ശരീരം മാറുന്നു.
ഇതുകൂടാതെ കുട്ടിക്ക് പാല് കൊടുക്കുന്നു. ഈ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഓരോ പ്രാവശ്യം ഉണ്ടാവുന്ന വാക്സിനേഷൻ, രാത്രി നമ്മൾ ഉറങ്ങാതിരിക്കുന്ന സമയങ്ങൾ, ഇവരെ ഓരോ പ്രാവശ്യം നമ്മൾ സ്കൂളിൽ വിട്ടിട്ട് ഫസ്റ്റ് ഡേ സ്കൂളിൽ വിട്ടിട്ട് നമ്മൾ തിരിച്ചു വരുന്ന ഒരു സമയമുണ്ടല്ലോ, അതൊരു അമ്മയ്ക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. നമ്മൾ ഫസ്റ്റ് ഡേ കുട്ടിയെ സ്കൂളിൽ വിട്ടിട്ട് അത്രയും ദിവസം നമ്മൾ ഈ നമ്മുടെ ഒക്കത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ ഒരു ദിവസം ടീച്ചറെ ഏൽപ്പിച്ചിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കാണ്ട് നടന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നൊരു വിഷമമുണ്ടല്ലോ, അതൊന്നും എനിക്ക് തോന്നല്ല എനിക്ക് പുരുഷന്മാർ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അവരൊക്കെ ആ സമയത്ത് വളരെ ബിസി ആയിരിക്കും, ജോലിയിൽ വളരെ ബിസി ആയിരിക്കും. പിന്നെ മാത്രമല്ല അവരാ ഒരു മാസ്കുലിൻ എനർജിയിലാണ് അവർ നിൽക്കുന്നത്. ഒരു മാസ്കുലിനിറ്റി എന്ന് പറയുന്നത് അതാണ്, ഒരു പ്രാക്ടിക്കലായിരിക്കും. അവരും കുട്ടികളാണ്, വളരണം, അങ്ങനെ ഇങ്ങനെ. പക്ഷെ നമ്മളെപ്പോഴും ഒരു ഫെമിനൈൻ എനർജിയിലാണ് സ്റ്റക്കായിട്ടിരിക്കുന്നത്. സ്റ്റക്കല്ല, ആ എനർജിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആ എനർജി എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഇമോഷൻസ് കൂടെ കടന്നു പോകുന്നതാണ്. അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ശരിക്കും. കരച്ചിൽ വരുമ്പോൾ കരയണം, സന്തോഷം വരുമ്പോഴും കരയണം, പ്രണയം, എല്ലാം. വുമൻഹുഡ് എന്ന് പറയുന്നത് തന്നെ ഇമോഷൻസ് കൂടെ ആ എല്ലാ ഘട്ടത്തിൽ കൂടെയും കടന്നു പോകുന്നത് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. പക്ഷേ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് തന്നെ ഒരു മാസ്കുലിൻ എനർജിയിലേക്ക് നമ്മൾ മാറും. അങ്ങനെ മാറുന്ന സമയത്ത് നമ്മൾ പ്രാക്ടിക്കലാവും പല സ്ത്രീകളും. അത് കറക്റ്റായിട്ട് 40+ ആകുമ്പോഴാണ് തുടങ്ങുക. നമ്മൾ ആ ഒരു എനർജിയിലേക്ക് നമ്മൾ വന്നു തുടങ്ങും. അതൊരു ആ ഒരു ഏജ്, ആ സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ അതിലേക്ക് വന്നു തുടങ്ങും. പ്രത്യേകിച്ച് ഇപ്പോഴൊക്കെ സ്ത്രീകൾ ഈ മസ്കുലർ ട്രെയിനിങ് ചെയ്യുമ്പോൾ കൂടുതലാവും അത്. ഇപ്പം അഷ്ടാംഗ വിന്യാസയ്ക്ക് അങ്ങനെയുണ്ട്. അഷ്ടാംഗ വിന്യാസയ്ക്ക് മാത്രമേ എനിക്കൊരു മാസ്കുലിൻ എനർജി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. എനിക്ക് ആ സമയത്ത് ഞാനൊരു പുരുഷനായിരുന്നെങ്കിൽ എനിക്ക് എന്ത് തോന്നും എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സമയമാണ് ഈ അഷ്ടാംഗ വിന്യാസ പ്രാക്ടീസ് ചെയ്തിരുന്ന സമയത്ത്. ഞാൻ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് എടുത്തിട്ടുണ്ട് അതിൻ്റെ. അപ്പോൾ ആ സമയത്ത് ഒക്കെ എനിക്ക് അതാണ് ഫീൽ ചെയ്തിരുന്നത്. എനിക്ക് പേടിയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ ധൈര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇമോഷണൽ ഇൻഡിപെൻഡൻസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക. ഇപ്പോൾ സംയുക്ത കരിയർ വിടുന്നത് ഒരു പീക്ക് നിൽക്കുമ്പോഴാണ് കരിയർ വിടുക. അവിടെ ഒരു ഫിനാൻഷ്യൽ ഓട്ടോണമി ഉണ്ട്. ആ ഓട്ടോണമി വിട്ടിട്ടാണ് ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് ജീവിക്കാൻ തീരുമാനിക്കുന്നത്. ഹൗ ബിഗ് എ ഡിസിഷൻ വാസ് ഇറ്റ് ഫോർ യു? ആൻഡ് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വുഡ് യു അഡ്വൈസ് എനിബഡി ടു ഡു ദാറ്റ്? അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. എനിക്ക് ഇപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ആളാണ്. എനിക്ക് വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൊരു കാര്യമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പൈസ ഉണ്ടാക്കുക, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സേഫ്റ്റി എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും ഉണ്ട്. അതെനിക്ക് എപ്പോഴും ഉണ്ട്, ഓൾറെഡി എൻ്റെ ഉള്ളിൽ എനിക്കുണ്ട്. എന്താ വെച്ചാൽ എനിക്ക് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. ചില സമയങ്ങളിൽ ഞാൻ അനുഭവിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ചില നൈർമല്യമുള്ള ചില നിമിഷങ്ങൾ എൻ്റെ മോൻ്റെ കൂടെ ഞാൻ എൻ്റേത് മാത്രമായിട്ട് എൻജോയ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എൻജോയ് ചെയ്യാൻ എനിക്ക് ഏറ്റവും സമയം കിട്ടിയിരിക്കുന്നത് ആ കല്യാണം കഴിഞ്ഞ അന്നു മുതൽ ഇന്ന് വരെയാണ്. അതൊരു സംശയമില്ല. അതിൽ എനിക്ക് ബിജുവേട്ടനോട് വളരെ ഗ്രേറ്റ്ഫുള്ളാണ് ഞാൻ. കാരണം ഞാൻ എൻ്റെ മദർഹുഡ് ഇത്രയും എൻജോയ് ചെയ്തത്, എനിക്ക് കുക്കിംഗ് വലിയ ഇഷ്ടമാണ്, എനിക്ക് പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണ്, എനിക്ക് മഴ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് സമ്മർ സീസൺ വലിയ ഇഷ്ടമാണ്. കാരണം എനിക്ക് സമ്മർ സീസൺ ആകുമ്പോഴാണ് ഏറ്റവും രസമുള്ള സമയം. എനിക്ക് എല്ലാ ആഘോഷങ്ങളും ഇഷ്ടമാണ്. ഞാൻ എൻ്റെ വുമൺഹുഡ് കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എല്ലാം ഇഷ്ടമാണ്. എനിക്ക് നല്ല കളേഴ്സ് ഇഷ്ടമാണ്, നല്ല ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടമാണ്, കഴിക്കാൻ ഇഷ്ടമാണ്, എനിക്ക് കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ്, എല്ലാം എനിക്കിഷ്ടമാണ്. അതെല്ലാം എനിക്ക് എൻജോയ് ചെയ്യാനുള്ള എനിക്ക് അവസരം ഉണ്ടാക്കി തന്നത് ബിജുവേട്ടനാണ്. അതിലെനിക്ക് ഒരു സംശയവുമില്ല. ഇത് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാനായിട്ട് എനിക്ക് യോഗ പഠിച്ചു. ഞാൻ അതൊന്നും കൂടിയും ഞാൻ എക്സ്പ്ലോർ ചെയ്തു. അതും എന്നെ പഠിപ്പിച്ചത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കതിൽ വളരെ ഗ്രേറ്റ്ഫുള്ളാണ്. പിന്നെ ഏത് നിമിഷവും നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ ബുദ്ധിമുട്ടില്ല. അത് ഞങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തീരുമാനിച്ചതാണ്. എനിക്കിതൊക്കെ എൻജോയ് ചെയ്യണം. എനിക്കെൻ്റെ ഒരു വുമൺഹുഡിലേക്ക് ഞാൻ സ്റ്റെപ്പ് ഇൻ ചെയ്യണമെങ്കിൽ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരാൾ വേണം. അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു റെഡി ആയിട്ടുള്ള ഒരാളാണ് ബിജുവേട്ടൻ. പക്ഷേ ഇൻസെക്യൂരിറ്റി ഉണ്ടാവാറില്ലേ? കാരണം യു സീ ഓൾ അറൗണ്ട് മാരേജസ് ബ്രേക്കിംഗ് അപ്പ്, യു സീ സ്റ്റാർസ് ഗോയിങ് അഹെഡ് വിത്ത് സംബഡി എൽസ്. ഈ ഒരു ഇക്കോസിസ്റ്റമിൽ കാണുമ്പോൾ ഡു യു ഫീൽ ഇൻസെക്യൂർ അറ്റ് എനി പോയിന്റ് ഇൻ ടൈം? കാരണം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കംപ്ലീറ്റ്ലി ഇല്ലെങ്കിൽ അതൊരു വലിയൊരു ഇൻസെക്യൂരിറ്റി പോയിന്റ് അല്ലേ? ഇല്ല, എനിക്കത് തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും
കൈയെത്താവുന്ന ദൂരത്തിൽ നമുക്ക് വെള്ളം ഉണ്ട്, ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാ ദാഹിച്ചിരിക്കേണ്ട ആവശ്യം? എനിക്ക് എപ്പോൾ വേണമെങ്കിലും എനിക്ക് എൻ്റെ പ്രൊഫഷനിലേക്ക് മടക്കാം. എനിക്കിപ്പോൾ 2 പ്രൊഫഷനുണ്ട്. എനിക്ക് ആക്ച്വലി ഞാൻ യോഗ ചെയ്യുന്നുണ്ട്, യോഗ പഠിപ്പിക്കാം എനിക്ക് വേണമെങ്കിൽ, അതും ഉണ്ട്. ഇത് കൂടാതെ എനിക്ക് സിനിമ എപ്പോൾ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ബിസിനസ്, ഞങ്ങളുടേതായിട്ടുള്ള ബിസിനസ് ഇതൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. അത് ബിസിനസ്സാണ്, അത് നമുക്ക് മുഴുവൻ ഇതാക്കാൻ പറയാൻ പറ്റില്ല. പക്ഷെ എൻ്റെ മാത്രമായിട്ട്, ഞാൻ മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് എനിക്ക് എപ്പോൾ വേണമെങ്കിൽ അത് പഠിപ്പിക്കാം, അഭിനയിക്കാം. സിനിമ എപ്പോഴും എൻ്റെ പ്രൊഫഷൻ തന്നെയാണ്. അതെനിക്ക് എപ്പോഴും ഓഫേഴ്സ് വരാറുമുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ അത് എപ്പോൾ വേണമെങ്കിൽ എനിക്ക് കിട്ടും എന്നുള്ളത് കൊണ്ട് എനിക്ക് അതിന് മിസ് ചെയ്തിട്ടില്ല. ഈ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ് എത്രത്തോളം സംയുക്തയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഇപ്പം മഞ്ജു ആയിട്ടാണെങ്കിലും ഗീതു ആയിട്ടാണെങ്കിലും ഭാവനയും, ഈ ഒരു ഫീമെയിൽ സർക്കിൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു 7 പെൺപിള്ളേരുടെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു കിട്ടും. അപ്പോൾ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് സംയുക്തയ്ക്ക്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഏജ് കഴിയുമ്പോൾ 40, ഞാൻ ഏജ് കഴിയുമ്പോൾ കുറേ പ്രാവശ്യമായി പറയണം, അത് എനിക്ക് ഇഷ്ടമില്ല. പക്ഷെ അത് ആ ടോപ്പിക്ക് വരുമ്പോൾ അത് തന്നെ വരുന്ന അറിയാണ്ട് വന്നു പോണതാണ്. പക്ഷേ എനിക്ക് തോന്നുക നമുക്ക് ഫീമെയിൽ ഫ്രണ്ട്സ് വേണം, സ്ത്രീകൾ ഫ്രണ്ട്സ് വേണം. എനിക്ക് സ്ത്രീകളെയാണ് ഇഷ്ടം. എനിക്ക് സ്ത്രീകളുടെ കൂടെ സംസാരിക്കാനും സ്ത്രീകളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടം. എനിക്ക് പുരുഷന്മാർ ഫ്രണ്ട്സ് ഇല്ല. എനിക്ക് പുരുഷന്മാരെ ഫ്രണ്ട്സായിട്ട് കാണാൻ പറ്റില്ല, എനിക്കറിയില്ല. സൗഹൃദം വളരെ അപൂർവം ചില സൗഹൃദങ്ങളെ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അധികവും സ്ത്രീകൾ തന്നെയാണ്. എനിക്ക് സ്ത്രീകളെ അടുത്തിരിക്കാനാണ് ഇഷ്ടം. കാരണം അവർ സംസാരിക്കുന്ന പോലെ പുരുഷന്മാർക്ക് സംസാരിക്കാൻ അറിയില്ല. ഓക്കെ, അത് ഏറ്റവും എൻ്റർടൈനിങ് ആയിട്ടുള്ള ആൾക്കാരാണ് സ്ത്രീകൾ. അവർക്ക് ഒരുപാട് വിഷയങ്ങളുണ്ടാവും പറയാൻ, അവർക്ക് എല്ലാ ഇമോഷൻസും അവർക്കുണ്ട്, അവരെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്, എല്ലാം പരാതി പറയുന്നുണ്ട്, സങ്കടം വരുന്നുണ്ട്, പിന്നത്തെ നിമിഷം അവർ സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ മഞ്ജുവും ഗീതുവും ഭാവനയും, അത് നിങ്ങൾക്കറിയുന്നത് കൊണ്ട് ഞാൻ അവരെ പറ്റി പറയാൻ. മഞ്ജുനെ എനിക്ക് ഏറ്റവും കൂടുതൽ, ഞാൻ എപ്പോഴും മഞ്ജുവിനെ സൂപ്പർ സ്റ്റാർ എന്ന് തന്നെയാണ് വിളിക്കുക. എപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് വിളിക്കുക. മഞ്ജുവിനോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു ഒരിക്കലും ചിലപ്പം സമ്മതിക്കില്ല. മഞ്ജു പറയുമില്ല, മഞ്ജുവിനെ അങ്ങനെ വിളിക്കുന്നത് ഇഷ്ടമല്ല മഞ്ജുവിനെ. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് മഞ്ജുവിനെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ 14 വർഷം കല്യാണം കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒന്നുമില്ലാണ്ട് വീട്ടിലിരുന്നൊരു കുട്ടിയാണ്. ഒന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല, ഒരു ഫംഗ്ഷന് പോലും മഞ്ജുവിനെ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു കുട്ടി ഫിലിമിലേക്ക് വന്ന് വളരെ സക്സസ്ഫുൾ ആവുക എന്ന് പറയുന്നത് ഭയങ്കര അപൂർവമാണ്. അപ്പോൾ അതും നമ്മൾ മലയാളികൾ എല്ലാവരും ഇപ്പോഴും മഞ്ജുവിനെ ആ പഴയ അതേ എനർജിയോട് കൂടിയാണ് വന്നത്. മഞ്ജു വന്നതിന് ശേഷം എത്രയോ പേര് മഞ്ജുവിനെ കണ്ടിട്ട്, എൻ്റെ സിസ്റ്ററിലൊക്കെ മഞ്ജു ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ട് 2ാമത് ഡാൻസ് തുടങ്ങിയിട്ടുള്ളവരുണ്ട്, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ 2ാമതും നമുക്ക് പറ്റും. നമ്മൾ കല്യാണം കഴിഞ്ഞു, നമുക്ക് ഇഷ്ടമുള്ള വലുതും വേണ്ടാന്ന് വെച്ച് മറന്നു വെച്ചു, അത് മറന്നു പോയിട്ടുണ്ടാവും. കുട്ടികളായി, വീടായി, വീട്ടിലത്തെ കാര്യങ്ങളായി അങ്ങനെ ജീവിച്ചിരുന്നവർക്ക് മഞ്ജു 2ാമത് വന്നപ്പോൾ അവർക്കൊക്കെ ഉള്ളിൽ തോന്നി, എന്നാൽ എനിക്കും ചെയ്യാം, മഞ്ജുവിന് ചെയ്യാമെങ്കിൽ ഞങ്ങൾക്കും ചെയ്തുകൂടെ, എനിക്കും ചെയ്തുകൂടെ. അങ്ങനെ ഡാൻസ് തുടങ്ങിയിട്ടുള്ളവരൊക്കെ ധാരാളം പേരുണ്ട്, 2ാമതും സ്റ്റാർട്ട് ചെയ്തവർ. അതൊരു ഭയങ്കര ഇൻസ്പിറേഷനാണ്. അതുകൊണ്ടാണ് ഞാൻ മഞ്ജുവിനെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നത്. പിന്നെ ഗീതു, ഓഫ് കോഴ്സ്. പിന്നെ ഗീതു എന്ന് പറയുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ ഗീതുവിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഗീതു ഉള്ളിൽ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങൾക്കാരും അതിൻ്റെ പകുതി നിങ്ങൾ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിൽ ഏറ്റവും കൂടുതൽ മാനസികമായിട്ടുള്ള അടുപ്പം ഗീതുവായിട്ടാണ്. ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്, ഞങ്ങളാണ് അധികം സംസാരിക്കാത്തതും. വർഷത്തിലൊരിക്കലൊക്കെ ആയിരിക്കും ഞങ്ങൾ ചിലപ്പോൾ കാണുക, പക്ഷേ ആ സമയത്ത് നമ്മൾ ഇന്നലെ കണ്ട പോലെ സംസാരിക്കും. ഞങ്ങൾക്കൊരു ഗ്യാപ്പ് ഇതുവരെ വന്നിട്ടില്ല, അങ്ങനത്തെ ഒരു സംസാരം ഇല്ല എന്നുള്ളത് മനസ്സിലാവില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് കൂടെ നോക്കിയാൽ മനസ്സിലാവും. എനിക്ക് ഗീതുവിനെ ഇങ്ങനെ നോക്കിയാൽ ഗീതു എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത്രയും ഒരു ആത്മബന്ധമുള്ളൊരു ഫ്രണ്ടാണ് ഗീതു. ശരിക്കും ഗീതുവിൻ്റെ ഉള്ളിലുള്ള ഒരു വൈൽഡ്നെസ്, അല്ലെങ്കിൽ എന്താ പറയുക, അതൊരു എക്സ്ട്രീം ആയിട്ടുള്ള എന്തൊക്കെയോ ചില തോട്ട്സ്, അതിൻ്റെ ഒരു അംശം മാത്രമേ ശരിക്കും ക്യാമറയിൽ നിങ്ങൾ കാണുന്നുള്ളൂ. അത് ഏറ്റവും വലിയ രസം. ഗീതു ഇപ്പോൾ എഴുതിയിട്ടുള്ള എല്ലാ സിനിമകളും കേൾക്കുന്നുണ്ടോ തൊട്ട് ലയർസ് ഡയസ് എല്ലാം മൂത്തോൻ ഒക്കെ എല്ലാ പടങ്ങളും ഗീതു മോളപ്പം ചെറിയ കുട്ടിയാണ്. ഈ മോള് ചെറിയ കുട്ടിയെ മോളെയും വെച്ച് ഗീതു ഒരു മുറിക്കകത്തിരുന്ന് മോളുടെ കാര്യങ്ങളും നോക്കി ഇവിടുത്തെ കാര്യങ്ങളും നോക്കിയിട്ടാണ് ഗീതു ഇരുന്ന് എഴുതുന്നത്. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേസമയം ഗീതുവിൻ്റെ ഹസ്ബൻഡ് രാജീവിന്
കഥ എഴുതണമെന്ന് തോന്നിയാൽ ഉടനെ ബാഗ് എടുത്തു പാക്ക് ചെയ്തു പോയി മറ്റേ വയനാട് പോലൊരു സ്ഥലത്ത് പോയി വളരെ ഏകാന്തതയിലിരുന്ന് അദ്ദേഹത്തിന് ആലോചിച്ച് ഇരുന്ന് എഴുതാനുള്ള ഒരു സ്പേസ് ഉണ്ട്. പക്ഷെ ഗീതുവിന് ആ സമയത്ത് മോളുണ്ട്. അപ്പോൾ മോളുള്ളതുകൊണ്ട് മോളുടെ കാര്യങ്ങളും നോക്കുന്നുണ്ട്. അതേസമയം ഗീതു അതിനകത്തിരുന്നിട്ടാണ് ഗീതു ഇത് ഫുള്ളിരുന്ന് എഴുതി ഉണ്ടാക്കുന്ന ഒരു സ്ക്രിപ്റ്റ് മുഴുവൻ. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. ഗീതുവിൻ്റെ എനിക്കും തോന്നുന്നത് എനിക്കും ഗീതുവും തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത് ആരും കാണാത്ത എൻ്റെ ഒരു ഫേസ് അല്ലെങ്കിൽ എൻ്റെ ഒരു വേർഷൻ ഗീതു എന്നറിയാം. അതുപോലെ ഒരാളും കാണാത്തൊരു വേർഷൻ ഗീതുവിൻ്റെ എനിക്കും അറിയാം. അതെന്ത് വേർഷൻ? അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം, ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലാവും. അതൊരു ക്രേസി വേർഷനാണ്. അതൊരു വളരെ ക്രേസി ആയിട്ടുള്ള വേർഷനാണ്. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. ഭാവന അഗൈൻ, ഷീ ഈസ് എ സൂപ്പർ സ്റ്റാർ. ഞാൻ ഈ 3 പേരെയും കാണുമ്പോൾ എനിക്ക് സംയുക്തമായിട്ട് കോൺട്രാസ്റ്റ് കാണുന്നത് വെച്ചാൽ 3 of them are working women and extremely successful in their professions. ആ ഒരു കോൺട്രാസ്റ്റ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട്. കാരണം അവർ തമ്മിൽ സംസാരിക്കാൻ ഒരു പക്ഷേ വർക്ക് കാണും, ഇൻഡസ്ട്രി കാണും, പല കാര്യങ്ങളും കാണും. നിങ്ങൾ 4 പേരും കൂടിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് എ കോമൺ ടോപ്പിക് ഫോർ ബോത്ത് ഓഫ് ഓൾ ഓഫ് യു? എനിക്ക് ഇല്ല, ഒട്ടുമില്ല. അത് ഇടയ്ക്ക് ഇവർ തമ്മിൽ ഇങ്ങനെ ചില സിനിമയെ പറ്റിയൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും എന്നേ ഉള്ളൂ. പക്ഷേ അവർ സിനിമ വളരെ അപൂർവമാണ്. നമ്മളെല്ലാവരും കൂടി കൂടുന്ന സമയത്ത് സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നത് കുറവാണ്. എന്തൊക്കെയോ വർത്താനം പറയും, എന്തൊക്കെയോ പറഞ്ഞിട്ട് വർത്താനമൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ വളരെ ഡീപ്പായിട്ടുള്ള കോൺവെർസേഷൻസും ഉണ്ടാവാറുണ്ട്. എന്നുവെച്ചാൽ ഞാനും ഗീതുവും മഞ്ജു, ഭാവന ചെറുതാ, അവളൊരു നമുക്കൊരു കിൽക്കാൻ പെട്ടി പോലെയാണ്. പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്, നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്താണ് ഭാവന എങ്ങനെ ഇത് തിരിച്ചു വന്നിരിക്കുന്നു, ഒരു കുഴപ്പമില്ലാണ്ട് ഭാവന വളരെ സ്ട്രോങ് ആയിട്ടാണ് ഭാവന ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര അത്ഭുതമുള്ളൊരു കാര്യമാണ്. ഭാവന ഇങ്ങനെ നമ്മൾ കിളിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നമ്മുടെ ഇടയിൽ അവളൊരു ചെറുതാണ്, കുട്ടിയാണ് എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് ഉണ്ടെങ്കിലും നമ്മളെക്കാളും ഒക്കെ ഏറ്റവും സ്ട്രെങ്ത്തും മെൻ്റൽ ഇതും ഉള്ളത് ഭാവനയ്ക്കാന്ന് എനിക്ക് തോന്നാറുണ്ട്. വാട്ട് ഡു യു തിങ്ക് ഇസ് ദാറ്റ് സിംഗിൾ മോസ്റ്റ് തിങ് ദാറ്റ് ഭാവനയുടെ തീരുമാനങ്ങൾ, ഭാവനയുടെ പൊസിഷൻ ഓൺ എവറിത്തിങ്, അത് ഏറ്റവും വലിയ മാറ്റം എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ? പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭാവനയെ നല്ലോണം അറിയാവുന്ന ഒരു വ്യക്തിയാണ്, ഇതിൻ്റെ ഇമ്പാക്റ്റും മനസ്സിലാക്കിയ ഒരാൾ എന്ന നിലയ്ക്ക്. ഭാവനയ്ക്ക് അത് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു സാധാരണ പെൺകുട്ടിക്ക് ഉണ്ടായാൽ ഒന്നും നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. ആരോടും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ നാട്ടിലെന്ന് എനിക്ക് തോന്നി. കാരണം ഭാവനയുടെ പോലെ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസിന് ഇത് സംഭവിച്ചു, ഇങ്ങനെയൊക്കെ അത് നടന്നു. പക്ഷെ അത് എന്താ പറയുക, അത് നമ്മുടെ സമൂഹത്തിൽ അത് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. കുറേ പേർക്ക് പേടിയായി, എല്ലാവരും കുറച്ചും കൂടി കെയർഫുള്ളായി. ഇനിയും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ കാര്യം നമ്മൾ നോക്കണം എന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, അതേ വന്നിട്ടുള്ളൂ. How disappointing. Yes, it is. And as a friend, must be very painful to see her go through this. Yes, അത് ഒരു സംശയമില്ലാത്ത കാര്യം. പലപ്പോഴും ഭാവനയുടെ വിഷമം കാണുമ്പോൾ ഞാൻ മാത്രമല്ല, മഞ്ജു ആണെങ്കിലും ഗീതുവും ഞങ്ങൾക്കൊക്കെ വല്ലാത്ത വിഷമം വന്നിട്ടുണ്ട്. ചില സമയത്ത് നമ്മൾ വളരെ ഹെൽപ്ലെസ്സുമാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്തതാണ്. പക്ഷേ നമുക്കൊരു കാര്യം മനസ്സിലായോ, നമ്മൾ സമൂഹം ഇങ്ങനെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കേരളമായതുകൊണ്ട് ബെറ്ററാണ്. അതെ, കേരളമായതുകൊണ്ടാണ് ഇത് ഇങ്ങനെയെങ്കിലും. നമ്മുടെ കൊച്ചൊരു നാടാണ്, ചെറിയൊരു നാടായതുകൊണ്ട് ഇത് ഇത്രയും ഇമ്പാക്റ്റ് നമുക്ക് ആൾക്കാരുടെ ഇടയിലുണ്ടായി. ശരിക്കും ബെറ്ററാണ് കേരളമായതുകൊണ്ട്. പക്ഷെ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതൊന്നും അല്ലാണ്ടായി പോയുമായിട്ട്, കുറേ ന്യൂസുകൾ മാത്രമായിട്ട് കുറേ അങ്ങനെ ആയിട്ട്. പക്ഷെ നമ്മളെ സമൂഹത്തിൽ സ്ത്രീകൾ ഇപ്പം ഭയങ്കര ചേഞ്ച് വന്നിട്ടുണ്ട്. സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പുരുഷന്മാരൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു ചെറിയ വിഭാഗക്കാർ മാത്രമേ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നുള്ളൂ, വിവരമില്ലാത്ത ഒരു വിഭാഗം. അല്ലാത്ത അധികം പേരും ഇത് കടന്നു പോയതാ, കുട്ടി എന്താ കടന്നു പോയിരിക്കണേ, അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, നമ്മളുണ്ടാവും എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന് ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മളെപ്പോഴും പറയും സാക്ഷരത ഏറ്റവും കൂടുതലുള്ള കേരളം എന്ന് നമ്മൾ പറയും. സത്യം തന്നെയാണ്, വളരെ സത്യം. അത് ഈ നാടായതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടായത് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ സ്റ്റിൽ സ്ത്രീകൾ പുറത്തേക്ക് പോകുമ്പോൾ ഒക്കെ സേഫ്റ്റി കുറവൊക്കെ ഉണ്ട്. സേഫ്റ്റി വളരെ കുറവാണ്. അത് ആ ഒരു ഇതുണ്ട്. ഈ സേഫ്റ്റിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയിലും ഇപ്പോൾ സേഫ്റ്റിനെ കുറിച്ച് കുറേ സംസാരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സംയുക്ത ഇപ്പോൾ സ്ക്രിപ്റ്റ്സ് കാണുന്നുണ്ട്. യു പ്ലാനിങ് ടു ഗെറ്റ് ബാക്ക് ഇൻ ടു എ മൂവി. ഇഫ് നല്ല എന്തെങ്കിലും സ്ക്രിപ്റ്റ് വരുമോ, ക്യാരക്ടർ വരുവാണെങ്കിൽ ചെയ്യാം.
ഇപ്പോഴെന്ത് തരത്തിലുള്ള ഒരു പ്രോജക്റ്റാണ് അല്ലെങ്കിൽ മനസ്സിലൊരു ഇതുപോലെ ഒരു പ്രോജക്റ്റ് ആയിരിക്കണം എനിക്ക് ചെയ്യണം എന്ന് മനസ്സിലുണ്ടോ? എന്തെങ്കിലും ഒരു റെഫറൻസ് ഉണ്ടോ? അത് സംതിങ് ഇൻ യുവർ മൈൻഡ്? എനിക്ക് അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ കഥകൾ കേൾക്കുന്നുണ്ട്, അത് നമുക്ക് വളരെ അടുപ്പുള്ള ആൾക്കാരായതുകൊണ്ട് ഞാൻ കേൾക്കണു. അത് ബിജുവേട്ടനാണ് മെയിനായിട്ട് കഥകൾ കേൾക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കേൾക്കുന്നത്. കാരണം ദക്ഷ പോയതിന് ശേഷം എനിക്കൊന്നും ചെയ്യാനില്ല. 2 കൊല്ലം കാരണം ദക്ഷിണെ വല്ലാണ്ട് ഫോക്കസ് ചെയ്ത് ഞാൻ ജീവിച്ചിട്ടുണ്ട്. അവന് ബാംഗ്ലൂർ പോയതോടുകൂടി എനിക്ക് പിന്നെ കുക്കിംഗ് എനിക്ക് വലിയ താല്പര്യമില്ലാണ്ടായി. ഞാൻ ആർക്ക് കുക്ക് ചെയ്യാൻ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒക്കെ എനിക്ക് തോന്നി തുടങ്ങി. അപ്പോഴാണ് ബിജുവേട്ടൻ പറയണേ കഥകൾ കേൾക്കൂന്നൊക്കെ. കഥകൾ കേൾക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഒരു കോൺഫിഡൻസ് വന്നിട്ടില്ല. എനിക്ക് ആ ഒരു 2ാമത് ഫിലിം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. സിനിമ എന്ന് പറയുമ്പോൾ നമ്മളെ ആൾക്കാരൊക്കെ ഇഷ്ടാവോ, നമ്മളെ അക്സെപ്റ്റ് ചെയ്യോ എന്താ, അതൊക്കെ എനിക്ക് അതല്ല, അങ്ങനെയല്ല. ആക്ടിങ്ങിൻ്റെ രീതിയെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം പുതുതാണ്, എല്ലാം ആറ്റിറ്റ്യൂഡേ പുതുതാണ്. എനിക്കറിയില്ല എങ്ങനെയാണ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുക, എങ്ങനെയാ എന്താ എനിക്കറിയില്ല. അതൊരു സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമാണ് സംയുക്ത. ഒന്ന് തുടങ്ങി കഴിയുമ്പോൾ പിന്നെ ഒരു റോളായിരിക്കും. നോക്കിക്കോ, ഒരു ചിന്ന കാർഡ് ഗെയിം കളിച്ചിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, ഒരു കാർഡ് എടുക്കുക. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് വെനസ ഡിസൈൻ ചെയ്ത കാർഡാണ്. യു ക്യാൻ ടേക്ക് എനി. നമുക്ക് നോക്കാം എന്താ വരുന്നത്. ഞാനിപ്പോ പറഞ്ഞു തീർത്തതേ ഉള്ളൂ. ദാ ക്യൂ വന്നു കഴിഞ്ഞു. യു ഹാവ് ടു ജസ്റ്റ് ജംപ് ഇൻ ടു മൂവീസ്. ഓക്കെ, കൂടുതൽ ആലോചിക്കണ്ട. നല്ലത് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട അപ്പം തന്നെ ജംപ് ഇൻ ചെയ്യാം. വന്നു കഴിഞ്ഞു കാർഡ്. ഡു ഇറ്റ്. മൂന്നാമത്തെ എന്തായിരിക്കാമോ? മേ ബി നെവർ. ഞാൻ ഒരിക്കലും ചെയ്യില്ലാത്ത കാര്യം, ഇത് ഞാൻ മേലാൽ ഇത് ഈ പരിപാടിക്കില്ല എന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും. ബങ്കി ജമ്പ് ചെയ്തിട്ടുണ്ട്? ഇല്ല, അതെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ചെയ്യണമെന്ന്. അപ്പോൾ അത് ഞങ്ങൾ യാത്രകൾക്ക് പോകുമ്പോൾ ഒരുവിധം എല്ലാ റോളർ കോസ്റ്റും ഈ പറഞ്ഞ മാതിരി ഈ പാരച്യൂട്ട് റൈഡും അങ്ങനത്തേനൊക്കെ ഞാൻ പോവും. ബോധമില്ലാത്തതുകൊണ്ടാണെന്നാണ് ബിജുവേട്ടൻ പറയണേ. ബിജുവേട്ടന് ബോധമുള്ളതുകൊണ്ട് ബിജുവേട്ടൻ ഇങ്ങനത്തേനൊന്നും അധികം വരാറില്ല. പക്ഷേ ദക്ഷ ഒക്കെ പറയും നമുക്ക് ബങ്കി ജമ്പ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇല്ല. അതായത് ഒരു 40 വയസ്സ് വരെ ഒക്കെ ആയിരുന്നു. ഇനി എനിക്ക് അതൊരു നമ്മുടെ ലൈഫ് ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കാൻ എനിക്കെന്തോ പേടിയാവണം മാതിരി. അതൊരു ശരിക്കും ബോധമില്ലായ്മ തന്നെയായിരുന്നു എന്ന് എനിക്ക് അന്ന് ചെയ്തതൊക്കെ. ഇങ്ങനത്തെ അഡ്വഞ്ചർ ഒക്കെ ഞാൻ മുൻകൈ എടുത്ത് ചെയ്തിരുന്നതെല്ലാം ഒരു ബോധമില്ലായ്മ തന്നെയായിരുന്നു, ബുദ്ധിയില്ലായ്മ തന്നെയായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. എനിക്കത് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. എന്തോ എനിക്ക് ഈ തല കീഴേ ആവുന്നത് എനിക്ക് വർക്കാവില്ല. എനിക്ക് പറ്റുന്നില്ല. ഗോയിങ് ടു ഡു ഇറ്റ് ദെൻ ഡു ഇറ്റ് വെൽ. ഇതാണ് ലൈഫിലെ മോട്ടോ അല്ലേ? ഗോയിങ് ടു ഡു ഇറ്റ് ദെൻ ഡു ഇറ്റ് വെൽ. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഇപ്പൊ പേരന്റിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും വർക്കിന്റെ കാര്യത്തിലാണെങ്കിലും യോഗയാണെങ്കിലും ഇറ്റ്സ് സോ ആപ്റ്റ് അല്ലേ? അതെ, സത്യം, അത് വളരെ കറക്റ്റ്. അതെന്താണെങ്കിലും ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും അതിന് ഞാൻ റെഡി ആവണം. എനിക്ക് അതിന് കോൺഫിഡൻസ് വരണം. എനിക്ക് ശരിക്കും ഉള്ളുകൊണ്ട് ചെയ്യണം തോന്നണം. എന്നുവെച്ചാൽ അത് ഒരു വർക്കായിക്കോട്ടെ, ഫിലിം ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതെനിക്ക് ആ വർക്ക് ചെയ്യണം എന്ന മനസ്സുകൊണ്ട് ശരിക്കും ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ചെയ്യുമ്പോൾ അതെനിക്ക് വൃത്തി ചെയ്യണം എന്നാണ് ആഗ്രഹം. അത് ചെയ്യാൻ പറ്റുമെന്നുള്ള പേടിയായതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കൈവയ്ക്കാത്തത്. ഐ തിങ്ക് നേരത്തെ വന്ന കാർഡ് ഉണ്ടല്ലോ ജംപിൻ, അതാണ് കറക്റ്റ് കാർഡ്. only on one condition. എനിക്ക് വയ്യ, ഇതിൽ നമ്മൾ ഈ പൂരിപ്പിച്ച പോണ മാതിരിയാണ്. ഗോയിങ് ടു ഡു ഇറ്റ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഗോയിങ് ടു ഡു ഇറ്റ് ദെൻ ഡു ഇറ്റ് വെൽ ആൻഡ് ഓൺ വൺ കണ്ടീഷൻ. നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ഇനി അടുത്ത ലാസ്റ്റ് കാർഡ് എടുത്തിട്ടൊന്നും കാര്യമില്ല തോന്നുന്നു. എല്ലാം ഒരുപോലെ വരുന്നു. ആഡ് യുവർ മസാല. എവിടെയാണ് ഏറ്റവും അധികം മസാല ആഡ് ചെയ്യുന്നത്? പൊതുവെ മസാല ആഡ് ചെയ്യുന്ന ആളാണോ? എക്സാജറേറ്റ് ചെയ്യുന്ന ആളാണോ? പിന്നെ അത് ഡെഫിനറ്റ്ലി ആണ്. ഫ്രണ്ട്സിന്റെ എല്ലാം എൻ്റെ തലയ്ക്കകത്ത. ഞാൻ വായിൽ എൻ്റെ നാക്കിൽ വരില്ല ആ മസാല, പക്ഷെ എൻ്റെ തലയുടെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. സ്ക്രിപ്റ്റ് ഉണ്ടോ? കഥകളുണ്ട്, കവിത, ഇമാജിനേഷൻ ഉണ്ട്, പ്രണയമുണ്ട്, കളേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എവറിത്തിങ് ഇസ് ഇൻസൈഡ് മൈ ഹെഡ്. നത്തിങ് കംസ് ഔട്ട്. ഓക്കെ, വൺ മോർ. നാരായണ, ഗുരുവായൂരപ്പ, നാരായണ എല്ലാരും വിളിച്ചു. വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? ഡു യു വറി എ ലോട്ട് അബൌട്ട് വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ? No. Not at all.
വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ അതാ ഞാൻ ആലോചിക്കുന്നത് എന്തുണ്ടാവുക. നാളെ മഴ പെയ്യുകയാണെങ്കിൽ ഞാനൊരു ചായയായിട്ട് കസാരയുടെ മുകളിലിരിക്കും, ഞാനത് എൻജോയ് ചെയ്യും. അതാണ് ഉണ്ടാവും പോണേ. സോ ഐ ആം ഡാഷ് എങ്ങനെയാ പൂരിപ്പിക്കുക സംയുക്ത? I'm great. I'm great. I think that comes with a lot of contentment and fulfillment അല്ലേ? ആയിരിക്കും. പീസ് ആണോ ഇഷ്ടം, ഹാപ്പിനെസ് ആണോ കൂടുതൽ ഇഷ്ടം? പീസ്ഫുള്ള് പറയുന്നത് കുറച്ച് കൂടുതലായി കഴിഞ്ഞാൽ അത് ഭയങ്കര ബോറിങ്ങാണ്. ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു എക്സാജറേറ്റഡ് വേർഷനാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു സ്പൈക്ക് ഉണ്ട്. ഈ സ്പൈക്ക് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വരണം. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് രണ്ടിൻ്റെയും ഇടയിലുള്ള ഏതാണ് ഇഷ്ടം, ആനന്ദം, എന്താ പറയുക, ജോയ്. സോ വിഷ് യു എ വെരി ജോയ്ഫുൾ ലൈഫ് അഹെഡ്. ഇതുപോലെ തന്നെ ലോട്ട്സ് ഓഫ് യോഗ, ലോട്ട്സ് ഓഫ് പീസ്, ലോട്ട്സ് ഓഫ് മൂവീസ് എല്ലാം നടക്കട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ദ ഷോ. ഇന്ന് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. ദിസ് ഈസ് ഫ്രം എ ബ്രാൻഡ് കോൾ ബോഡി ട്രീ. ഇൻഫാക്ട് അവർ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, സസ്റ്റൈനബിൾ ആയിട്ടുള്ള, ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള കറക്റ്റ് ആളിനുള്ള സംഭവങ്ങളാണ്. ഇതെല്ലാം ഹാൻഡ് ക്രാഫ്റ്റഡ് പ്രോഡക്ട്സ് ആണ്. ആൻഡ് ഹാൻഡ് മെയ്ഡ്, വെരി വെരി സെൻസിബിളി സോഴ്സ്ഡ്. താങ്ക് യു വെരി മച്ച്. ആദ്യത്തെ ഗസ്റ്റിന് കൊടുക്കുകയാണ് ബോഡി ട്രീയുടെ പ്രോഡക്ട്സ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ റൈറ്റ് ഗസ്റ്റ്. താങ്ക് യു വെരി മച്ച്. Thank you very much. I hope you enjoy the products. Thank you for coming on to the show. Thank you. എന്നെ ക്ഷണിച്ചതിലും എനിക്ക് ഒത്തിരി സന്തോഷം. എനിക്ക് ഭയങ്കര സന്തോഷമായി ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഇനി മീറ്റ് ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നു. Yes, we must meet again. We must. It was lovely talking to you. Thank you.